കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കമ്മേ. ഇവര് പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ. മോളെ, ശേഖരൻ ഉടനെ വരുമോ അതോ ലേറ്റ് ആവുമോ? ലേറ്റ് ആവാനാ സാധ്യത. അച്ഛനും മാഷും വലിയ സ്നേഹവും അടുപ്പമൊക്കെയാ. ചിലപ്പോ ഇന്നവിടെ തങ്ങാനും മതി. ആ, ആണോ? അപ്പോ ഞങ്ങക്ക് കാണാൻ പറ്റില്ലല്ലേ? കുഴപ്പമില്ല, മോൾ അച്ഛൻ്റെ നമ്പർ പറ, ഞങ്ങൾ വിളിച്ച് സംസാരിച്ചോളാം. പറ്റിയാല് അവിടം വരെ പോവുകയും ചെയ്യാലോ. അതൊന്നും വേണ്ട. നിങ്ങൾ വന്നത് എന്തിനാണെന്നുള്ള കാര്യം പറഞ്ഞാ അതങ്ങ് അറിയിച്ചേക്കാം. വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ ഫോൺ ഉപയോഗിക്കാറില്ല. ഓ, പിന്നെ അവിടെ പോകണ്ടെന്ന് അമ്മ പറഞ്ഞത് അച്ഛനെ കുറച്ച് ബാധ്യതയൊക്കെ ഉള്ളതാണേ. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ആ വീട്ടുകാരും കൂടി അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. മനസ്സിലായി. ഞങ്ങളെ പ്രവാസികളായോണ്ടേ പ്രവാസികളുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞങ്ങളെന്തായാലും ശേഖരനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിനൊന്നും വന്നതല്ല. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ അന്ന് ശേഖരനടക്കം 4 പ്രവാസികളെ നാട്ടിലേക്ക് അയച്ചു. എല്ലാവരും വർഷങ്ങളായി തൊഴിൽ നിയമങ്ങളിൽപ്പെട്ട ഒളിവിലും ജയിലിലും ഒക്കെ കഴിഞ്ഞിരുന്നവരാ. അവരെയൊക്കെ അവിടുത്തെ നിയമങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ സംഘടനയ്ക്ക് വലിയ പണച്ചെലവുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടിലേക്ക് അയച്ചപ്പോൾ വലിയ ഗിഫ്റ്റൊന്നും വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എന്നാലും ടിക്കറ്റും ഒരു 3 ലക്ഷത്തോളം രൂപയും ഓരോരുത്തർക്കും കൊടുത്തു. അതുകൊണ്ട് എന്താവാനാ, വർഷങ്ങളോളം ഗൾഫിൽ കിടന്ന ഒരു പ്രവാസി തിരിച്ചു വരുമ്പോൾ കുടുംബത്തിന് എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി വേറൊരു കാര്യം അങ്ങ് ചെയ്തു. ഇതൊരു ഭാഗ്യപരീക്ഷണമായിരുന്നു. അവർക്ക് 4 പേർക്കും വേണ്ടി അബുദാബിയിലെ ഒരു ബിഗ് ടിക്കറ്റ് അങ്ങ് എടുത്തു. ദൈവാനുഗ്രഹത്താൽ ആ ടിക്കറ്റിന് തന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുക. ബിഗ് ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസോ? അതൊരു വലിയ പ്രൈസ് അല്ലേ? അതെ, ഏകദേശം 3,05,00,000 UAE ദിർഹം വരും. അതായത് ഏകദേശം ഇന്ത്യൻ മണി 80 കോടി രൂപ വരും. 80 കോടിയോ? 80 കോടിയോ? അത് അന്നത്തെ 4 പേർക്കും തുല്യമായി പങ്കുവെച്ച് നൽകാനാണ് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 20 കോടി രൂപ കയ്യിൽ കിട്ടും. എത്രയാ പറഞ്ഞേ? 20 കോടി രൂപ. ദൈവമേ. അപ്പോ ഞങ്ങൾ ഇറങ്ങാം. അയ്യോ, നിങ്ങൾ പോവാണോ? ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങളെ ശേഖരനെ കാണാനായി വീണ്ടും വരും. മോളെ, അച്ഛൻ വന്നാല് ഈ നമ്പറിലോട്ട് വിളിക്കാൻ പറയണം. ഞങ്ങൾ ഒരാഴ്ച നാട്ടിലുണ്ടാവും. അതിനുള്ളിൽ പൈസ ശേഖരന് കൈമാറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അച്ഛനെ കൊണ്ട് ഇന്ന് തന്നെ വിളിപ്പിക്കെങ്കിലേ. രണ്ടുപേരോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അതെ, ഇത്രയും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവർ ഈ ലോകത്തുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടുകയായിരുന്നു. ഇതിന്റെ പിറകിൽ ഞങ്ങൾ മാത്രമല്ല, UAE-യിലെ ഒട്ടുമിക്ക മലയാളി പ്രവാസികളുണ്ട്. അവരുടെ അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായത്. അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി ശരി, ആയിക്കോട്ടെ. അവളെവിടെയാ പ്രതിഭ? അവള് വല്ലതും കേട്ട് കാണോ? സാധ്യത കുറവാ. അവള് കുളിക്കാൻ കയറുന്ന ഞാൻ ആശ്വാസം. തൽക്കാലം ഇത് വേറൊരു കുഞ്ഞും അറിയണ്ട സോനെ. അമ്മ അവരെ തുടക്കത്തിൽ തന്നെ ഇറക്കി വിടാൻ നോക്കിയതല്ലേ. ഇതാ പറഞ്ഞത്, കാര്യം അറിയാതെയും ആളും തരം നോക്കാനും പെരുമാറരുത്. നിന്നെ ഞാൻ സമ്മതിച്ചടി മോളെ. ഇക്കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചു.
പക്ഷേ പ്രൈസ് അടിച്ചത് നമുക്കല്ല, നമ്മൾ പുറത്താക്കാൻ പോകുന്ന മനുഷ്യന്. ആ അയാളെ അവരുടെ മുമ്പിൽ വെച്ച് നീ അച്ഛാന്ന് വിളിച്ചില്ലേ, അതും മതിയടി, ബാക്കി ഞാൻ നോക്കിക്കോളാം.